നമ്മോട് കൂടെ നടക്കുന്ന യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വിടുതലാണ്. യേശു കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു. യേശു അവരെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരിൽ നിന്നും അവർ മികച്ചവരാണ്, യോഗ്യരാണ്, നല്ലവരാണ് എന്ന് കണ്ടിട്ടൊന്നുമല്ല തിരഞ്ഞെടുത്തത്. ദൈവം ഈ ഭൂമിയിലെ മനുഷ്യനെ നോക്കിയപ്പോൾ എല്ലാവരെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നൊരു സാക്ഷ്യമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം കണ്ട ദൈവം ഈ ഭൂമിയിലെ മനുഷ്യരെ കുറിച്ച് എഴുതി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യേശു ഈ താണഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. എല്ലാവരും പാപികളാണ്, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 12 പേരെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ അവരൊക്കെ സാധാരണക്കാരാണ്, അവരൊക്കെ കുറവുള്ളവരാണ്. യേശു അത് മനസ്സിലാക്കി. യേശു ഇന്ന് പകൽ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളെ ഒക്കെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയാണ്. എനിക്ക് അവനെ അറിയില്ല. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യൻ ഗുരുവിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ നടുവിൽ തള്ളിപ്പറഞ്ഞു പോകുമ്പോൾ യേശു അവനെ നോക്കി എന്ന തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നോട്ടത്തിൽ വ്യാപരിക്കുന്നത് സ്നേഹമാണ്. ദൈവത്തെക്കുറിച്ച് നാം അറിയണം, യേശുവിനെ അടുത്തറിയണം. യേശു സ്നേഹമാണ്. യേശു നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. നാം എത്രത്തോളം യേശുവിനെ മനസ്സിലാക്കുന്നുണ്ട്. അവൻ അങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞെങ്കിലും അവൻ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് അടുക്കുകയാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കുറവുകൾ ഉണ്ടെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ അവനോട് അടുക്കണം. നിങ്ങൾ മടങ്ങി വരണം. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം മറക്കുന്നവനാണ്. ദൈവം നിങ്ങൾക്ക് പുതിയ ആരംഭങ്ങളെ നൽകുന്നവനാണ്. യേശുവിനോട് കൂടെ നടന്നൊരു ശിഷ്യനായിരുന്നു ഇസ്കരിയോത്തായ യൂദ. വളരെ ചേർന്നാണ് ആ ശിഷ്യൻ നടന്നത്. എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ യേശുവിനെ അടുത്തറിയാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചപ്പോൾ കൂടെ നടക്കുന്നവൻ്റെ ഗുണം തിരിച്ചറിയാതെ യൂദ അകന്നുപോയി. യൂദ യേശുവിൻ്റെ അടുക്കൽ എനിക്ക് തെറ്റുപറ്റി ദൈവമേ എന്ന് പറഞ്ഞു വന്നിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് അവനോട് ക്ഷമിക്കുമായിരുന്നു. കാരണം അവൻ ക്ഷമിക്കുന്നവനാണ്, അവൻ സ്നേഹമാണ്, എല്ലാവർക്കും കുറവുണ്ടെന്ന് അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും അകന്നു പോകരുത്. നിങ്ങൾ അടുത്തു വാ, യേശുവിനോട് പറ, യേശുവേ എന്നെ സഹായിക്കണം. ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും,
ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അടുത്തു വാ. അവൻ നിൻ്റെ കുറവുകളെ കാണുന്നവനാണ്. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക, അടുത്തു വരിക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.